അവിശ്വാസിയെ ചുമക്കുന്ന വിശ്വാസി. ഇത് വിശ്വാസത്തിന്റെ വലിയൊരു പാഠമാണ്. എല്ലാ ദൈവമക്കളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല വിഷയമാണ് ഇത്. യേശു കാണിച്ചു തന്ന അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയം പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. തുറന്നുള്ള നിമിഷങ്ങൾ ഞാൻ ഈ വിഷയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം നാം പഠിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ പഴയ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയാം. ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വിശ്വാസത്തിലെടുത്ത ഓരോ സ്റ്റെപ്പുകൾ, വിശ്വാസത്തിൽ സാധിച്ചെടുത്ത ഓരോ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ പഴയ നിയമം കിട്ടിയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിശ്വാസത്തിന്റെ കഥകളാണ് അത്. എബ്രായ ലേഖനത്തിൽ അത് എടുത്തു പറയുന്നുമുണ്ട്. എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഓരോ വിശ്വാസത്തിന്റെ സംഭവങ്ങൾ, വിശ്വാസത്തിൽ നടന്ന കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. എന്നിട്ട് അത് മുഴുവൻ വിവരിക്കാൻ കഴിയാതെ ആ അധ്യായത്തിന്റെ അവസാനം വരുമ്പോൾ പറയാണ്, ഇനി എനിക്ക് ഒരുപാട് പേരെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. പഴയ നിയമത്തിൽ എല്ലാ വീര പുരുഷന്മാരെയും സ്ത്രീകളെയും പറ്റി പറയാനുണ്ടെങ്കിലും ഞാനതിവിടെ ചുരുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒന്ന് രണ്ട് സെന്റൻസിൽ അതങ്ങനെ അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് കേവലം കേൾക്കുമ്പോൾ ഒരു രസം തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ആവേശം തോന്നുന്ന, വലിയ പ്രചോദനം തോന്നുന്ന, തുള്ളിച്ചാടുന്ന ഒരു പവറുണ്ട് ഈ വിശ്വാസം കേൾക്കുമ്പോൾ. ഓൾ തിങ്സ് ആർ പോസിബിൾ ഹു ക്യാൻ ബിലീവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസവും ഭയങ്കര ആവേശമൊക്കെ തോന്നും. നമ്മൾ കയ്യൊക്കെ ഉയർത്തി ആമേനും ഒക്കെ പറഞ്ഞ് ചാടും. പക്ഷെ വെൻ വി ട്രൈ ടു അപ്ലൈ ഫെയ്ത്ത് ഇൻ അവർ ലൈഫ്, ദാറ്റ് ടൈം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി ആസ് വി ഹേർഡ്. നമ്മൾ കേട്ടതുപോലെ അത്ര ഈസി അല്ല ഈ വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി എന്ന് പറയും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ അത് വളരെയധികം എഫേർട്സ് എടുത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ കൈവരിക്കേണ്ട ഒന്നാണെന്ന് പൗലോസ് ആ വാക്കിൽ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. കാരണം പൗലോസ് അത് പറയാൻ കാരണമുണ്ട്. നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചവും ഒരു ശബ്ദവും കേട്ടു പൗലോസ്. ആ ശബ്ദം ഇതായിരുന്നു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതായത് ഉപദ്രവിക്കാൻ പോയ ശൗലിനെ തടഞ്ഞു നിർത്തിയ ഒരു വലിയ ശബ്ദവും വെളിച്ചവും. അതിന് കീഴടങ്ങി പൗലോസ് അത് വിശ്വസിച്ചൊരു ജീവിതം ആരംഭിച്ചപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ പൗലോസിന് ഉപദ്രവം മാത്രമാണ്. അപ്പൊ പൗലോസിന്റെ ചിന്ത എപ്പോഴും അങ്ങോട്ട് പോകും. ഞാൻ ആ കേട്ട ശബ്ദം എന്നാ? ഉപദ്രവിക്കാൻ പോയ എന്നോട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ ആ വിശ്വാസത്തിന് കീഴടങ്ങി അതിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ ദേണ്ടടാ പറയുന്നു, എനിക്ക് ഉപദ്രവത്തോട് ഉപദ്രവം, ജയിൽവാസം, പ്രകൃതിക്ഷോഭങ്ങള്, ഈശാനമൂലൻ, സ്വന്തം സഹോദരങ്ങള്, കുടുംബത്തിൽ നിന്ന്, സകലിടത്തു നിന്ന് ഉപദ്രവം മാത്രം. പൗലോസ് ചിന്തിക്കുക, ദൈവമേ ഇതെനിക്ക് ഭ്രാന്ത് വല്ലതും പിടിച്ചതാണോ വാസ്തവത്തിൽ? ആ രാജാവ് പറഞ്ഞതുപോലെ രാജാവ് പറഞ്ഞു, അഗ്രിപ്പ രാജാവ് പറഞ്ഞു, പൗലോസേ നിനക്ക് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുകയാണ്, ബുദ്ധി കൂടിയിട്ട്. ഇനി അങ്ങനെ വല്ലതും എനിക്ക് ദമസ്കോസിൽ വെച്ച് സംഭവിച്ചതാണോ? ഈ ചിന്തകളെ എല്ലാം പൗലോസിന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കേണ്ടി വന്നു. പൗലോസിന് ഒരിക്കലും പൗലോസ് ചിന്തിച്ചിട്ടില്ല, വരുന്ന ലോകം നിലനിൽക്കുന്ന കാലത്തോളം സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൈവീക ചിന്തകളും വചനങ്ങളുമാണ് തന്നിലൂടെ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതെന്ന് പൗലോസ് അന്ന് ചിന്തിച്ചിട്ടുണ്ടായില്ല. അന്ന് കുറെ സഭകളെ മാനേജ് ചെയ്യുക, ആ സഭകളെ കൊണ്ടുപോവുക, അവർക്ക് വേണ്ട ഉപദേശവും പ്രബോധനം ഇതിനപ്പുറത്ത് പൗലോസ് ചിന്തിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഒരു വലിയ യുദ്ധം ചെയ്യേണ്ടി വന്നത് തന്റെ വിശ്വാസത്തെ നിലനിർത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, വിശ്വാസം എന്ന് പറയുന്ന അത്ര നിസ്സാരമായിട്ട് നമുക്ക് കേട്ടിട്ട് തുള്ളിച്ചാടി പോകുന്ന കാര്യമല്ല. അതൊരു വലിയ പ്രയാസത്തോടെയാണത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ വിശ്വാസം ഉണ്ടാകണമെന്നും വിശ്വാസമില്ലാത്ത നീയെല്ലാം മുടിഞ്ഞു പോകും, നശിച്ചു പോകുമെന്നും പറയാൻ ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നില്ല. അതൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് കർത്താവ് കാണിച്ചു തന്നത്. ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ടുവന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കിയപ്പോൾ യേശു
അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, സുവിശേഷം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം. കാരണം അവന് വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലാത്ത എല്ലാവരും പരാജയപ്പെട്ടു പോകുമെന്നും തകർന്നു പോകുമെന്നും നശിച്ചു പോകുമെന്നും ഇല്ലാതായി പോകുമെന്നും, അല്ലെങ്കിൽ നിന്റെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തതെന്നും നീ സമൃദ്ധി പ്രാപിക്കാത്തതെന്നും സൗഖ്യം പ്രാപിക്കാത്തതെന്നും ഒക്കെ പറഞ്ഞ് ശകാരിക്കുന്ന ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ, അച്ഛന്മാരെയൊക്കെ എനിക്കറിയാം. നിന്റെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം ആർജിച്ചെടുത്ത് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതിന് കർത്താവ് ശുശ്രൂഷകന്മാരെയും പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. യേശു പറയുന്നു, ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം. ചില അവിശ്വാസികളെ ചുമക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസമുള്ളവർക്കുണ്ട്. അതാണ് സഭ, അതാണ് ശുശ്രൂഷകന്മാര്. മോശ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി ഒരു വലിയ അവിശ്വാസി കൂട്ടങ്ങളെ ചുമന്നുകൊണ്ട് പോയി. മോശ കുറച്ച് അവിശ്വാസികൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് അനുവാദം കൊടുത്തത് കൊണ്ട് അതുവരെ ഒരു വിശ്വാസത്തിൽ മോശയെ വിശ്വസിച്ച് മോശ ഈ അവിശ്വാസികളെ മുഴുവൻ ചുമന്നുകൊണ്ട് വരും. അതിനകത്ത് രണ്ടുപേരെ ഉള്ളായിരുന്നു ശരിക്കും വിശ്വാസമുള്ളവര്. വാസ്തവത്തിൽ അത് ഈ സംഭവത്തോടെ മനസ്സിലാവും. ഉറ്റുനോക്കാൻ പോയി തിരിച്ചു വന്ന്, അത് മോശ പറഞ്ഞു വിട്ടതല്ല, ഇവന്മാര് പറഞ്ഞപ്പോൾ മോശ സമ്മതിച്ചതാണ്. ചില ലീഡർഷിപ്പിൽ ദൈവം ഏൽപ്പിക്കുമ്പം ചില കാര്യങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ സംഗതി പോകുന്നത്. അപ്പൊ ചില അവിശ്വാസികൾ വന്ന് ഐഡിയ പറഞ്ഞ് കേട്ടുപോയാൽ ലീഡർഷിപ്പും തകരും, ആ ജനക്കൂട്ടവും തകർന്നു പോകാനിടയാവും. പക്ഷേ ഇന്ന് ലീഡേഴ്സ് ഇതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നല്ല വിശ്വാസം ആർജിച്ചെടുത്തവരും വിശ്വാസം ഉള്ളവരും വിശ്വാസത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നവരും വിശ്വാസത്തിൽ വലിയ ജീവിതം ജീവിക്കുന്നവരും വിശ്വാസത്തിൽ നേടിയവരും നേടിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരു ഉത്തരവാദിത്വവും കൂടെ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വലിയ വിശ്വാസിയായി ഞാൻ വിശ്വാസത്തിലെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ആളായി വലുതായി പോകാനല്ല, ചില അവിശ്വാസികളെയും കൂടെ ചുമന്നുകൊണ്ട് പോകാനായിട്ടാണ്. ചിലർ പറയുന്നത് എൻ്റെ വിശ്വാസത്തിൽ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് കോടികൾ മുടക്കി ഞാൻ പണിതു, എൻ്റെ വീട്ടിൽ ഇന്ന സൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം വിശ്വാസത്തിൽ നേടി. അദ്ദേഹത്തിന്റെ കൂടെ 10-20 വർഷമായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഇന്നും വാടക വീട്ടിൽ കഴിയുന്നു, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പറയുന്നത്, ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾക്കെല്ലാം ലഭിച്ചു എന്നാണ്. പക്ഷെ അവർ മറന്നുപോയൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇത് നേടിയെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് മാത്രം കൊട്ടാരം പണിയാനോ സൗകര്യമാകുവാനോ അല്ല നിങ്ങൾക്ക് ദൈവവിശ്വാസം പകർന്നു തന്നിരിക്കുക. വിശ്വാസത്തിലാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തും തട്ടിച്ചും കള്ളം പറഞ്ഞ് സ്വോത്രകാഴ്ച വാങ്ങിച്ചും പിരിവ് നടത്തിയാണെങ്കിൽ അത് വേറെ കാര്യം. അല്ല, നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലാണ് അത് ചെയ്തതെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയും കൂടെയുള്ളവരെയും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരെയും കൂടെ നിങ്ങൾ ചുമക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഈ ഒരു വിഷയത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ് നമ്മളെ. നമ്മൾ മറ്റുള്ളവരെ, അവിശ്വാസികളെ ചുമക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിശ്വാസികളെയും കൂടെ കൂട്ടേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് നിറവേറ്റാം.